എല്ലാവർക്കും നമസ്കാരം. ഈ വീക്കെൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർമൽ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക അമ്മമാരിലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്. എനിക്കും അതേപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ പോയി കണ്ടു. അപ്പൊ എനിക്ക് ഗൈനക്കോളജിസ്റ്റ് സ്റ്റൂള് ഹാർഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻ തന്നു. ഞാനത് കഴിച്ചിട്ടും എനിക്ക് വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞൊന്നുമില്ല. അത് ഇങ്ങനെ കൂടി ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് പോയത്. അങ്ങനെ ഞാൻ ഒന്നും കൂടി ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കെന്നാ ഒരു ജനറൽ സർജനെ പോയി കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ജനറൽ സർജനെ കൺസൾട്ട് ചെയ്യാണ്. അപ്പൊ ജനറൽ സർജനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യം, ഡെലിവറി ഒക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ അത്രയും സ്ട്രെയിൻ ആണ് ആ ഭാഗത്തിന് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്പിഞ്ചേഴ്സിനും അവിടുത്തെ മസിൽസും ഒക്കെ ഡാമേജ് ആയിട്ട് അതുകൊണ്ടാണ് സ്റ്റൂള് ഹാർഡ് ആവണേന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഓറലി നിങ്ങൾ എന്ത് കഴിച്ചിട്ടും മെഡിസിൻ എടുത്തിട്ടും ഈ കോൺസ്റ്റിപ്പേഷൻ മാറാത്തേന്ന്. അപ്പൊ എന്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവനായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ആയിരുന്നു എനിക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട്. അങ്ങനെ എനിക്ക് ഡോക്ടർ ഇത് മാറാനായിട്ട് 2 മെഡിസിൻ ആണ്, അതായത് ഓയിൽമെന്റ് ആണ് എനിക്ക് പറഞ്ഞു തന്നത്. ഒന്ന് ഡിൽറ്റിയാസത്തിന്റെ 2% ഓർഗാനോ ജെല്ലും, 2 ലിഗ്നോക്കെയിന്റെ 2% ജെല്ലും ആണ് എനിക്ക് തന്നത്. ഇത് 2 ഓയിൽമെന്റ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകുന്നതിനേക്കാളും തൊട്ട് മുമ്പും അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം. ഡിൽറ്റിയാസം 2% ഓയിൽമെന്റ് കുറച്ച് നിങ്ങൾ കയ്യിലെടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് കുറച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ലിഗ്നോക്കെയിൻ ജെല്ല് എടുത്തിട്ട് പുറത്തൊന്ന് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരണത്. ഇത് തുടർച്ചയായിട്ട് 2 ആഴ്ച ഉപയോഗിച്ചാൽ മതി, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയി കിട്ടും. ഇത് നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, മാർട്ടിപ്പേഷന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത്. അത് വെച്ചിട്ടാണ് പിന്നെ അത് ഹെമറോയിഡും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 2 ഓയിൽമെന്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഡോക്ടറിനെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടറിനെ കണ്ടാലും ഈ ഓയിൽമെന്റ് തന്നെയാണ് വരുന്നത്. ഈ ഓയിൽമെന്റിന് അത്ര വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല, നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ ചുരുങ്ങാവുന്നതാണ്. 100 റുപ്പീസിന്റെ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും